പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതാണ് ഏറ്റവും നല്ല അദബ്. നിങ്ങളൊക്കെ വഅദിൻ്റെ സദസ്സിൽ ഇരിക്കുക. ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. اللهم صل. يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خجا سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي معينيكم معينا لي وعوني يا أبا الفضل دواما غير منفصل ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. وتمم لي عنايتكم وعمم لي هدايتكم وخصص لي كرامتكم ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. ഏറെ ബഹുമാനം നിറഞ്ഞ സാദാത്തുക്കളെ, ഇവിടുത്തെ മുദരിസ് ഉസ്താദ്, ഖതീബ് ഉസ്താദ്, സദർ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, ജമാഅത്ത് കമ്മിറ്റിയുടെയും ഉറൂസ് കമ്മിറ്റിയുടെയൊക്കെ ആദരണീയരായ നേതാക്കളെ, കരളിൻ്റെ കഷ്ണങ്ങളായ മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, യുവ സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു നമ്മുടെ നാട്ടിൽ വിശ്രമിക്കുന്ന മഹാന്മാരായ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകി സന്തോഷിപ്പിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളെ അല്ലാഹു തആല മാറ്റിത്തരട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു ഏറ്റെടുക്കട്ടെ. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നല്ല നസീഹത്തും ദുആയും കഴിഞ്ഞ ഒരു ക്ഷീണം സദസ്സിനുണ്ട്. അതുകൊണ്ട് വെറുതെ റോഡിൽ അലഞ്ഞ് നടക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സദസ്സിലേക്ക് അവർക്ക് സ്വാഗതം. അള്ളാഹു നന്മയിൽ മുന്നിട്ട് വരാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇനി ഷഹീർ തങ്ങൾ ഏതാനും സമയത്തിനുള്ളിലെത്തും. നമ്മുടെ എല്ലാ സാദാത്യങ്ങൾക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അപ്പം അതിൻ്റെ ഇടയിൽ തങ്ങൾ വരുന്നത് വരെ മാത്രമേ എൻ്റെ പ്രസംഗം ഉണ്ടാവുള്ളൂ. ഞാൻ കുറേ നീട്ടി പ്രസംഗിക്കൂല. തങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് പറയാണ് എൻ്റെ മകളെ കല്യാണമാണ് മറ്റന്നാൾ. അപ്പം അതുകൊണ്ട് വീട്ടിൽ നിറച്ചും ഗസ്റ്റാണ്. ഞാനാണെങ്കിൽ ശ്രദ്ധിക്കാണ്ട് ഡേറ്റ് കൊടുത്ത് പെട്ടിട്ട് വന്നതാണ്. അപ്പം അതുകൊണ്ട് വളരെ വേഗത്തിൽ ഞാനിന്നൊരു 10 മണിക്ക് വയത് കഴിഞ്ഞിട്ട് വീടിന് വിടാമെന്ന് വിചാരിച്ചെന്നാണ്. ഇപ്പോൾ 10:45 വയത് തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് ഇയാളെനി കുറേ നീട്ടിയിട്ട് ഇടങ്ങാറാക്കുമോ നിങ്ങൾക്കൊരു ആശങ്ക വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ വേഗം മതിയാക്കും. അപ്പം അതുകൊണ്ട് വല്ല ആളുകളൊക്കെ സദസ്സിലേക്ക് കയറിയിരിക്കുക. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യണം. എനിക്ക് തന്ന വിഷയം വളരെ പ്രസക്തവും കാലിക പ്രസക്തമായൊരു വിഷയമാണ്. അതൊരു മദ്ഹുർ റസൂലാണെങ്കിൽ അല്ലെങ്കിൽ അത് വലിയ ഏറ്റവും ബഹുമാനമുള്ള വിഷയമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയമാണെങ്കിൽ ഹവയിൽ നോക്കിയിട്ടും അത് പറയാം. അതേ സമയത്ത് ഇന്ന് തന്ന വിഷയം അത് ഹവയിൽ നോക്കി പറയാൻ പറ്റണമല്ല, സദസ്സിനെ നോക്കി പറയേണ്ട വിഷയമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ, കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഞാൻ UAE കുറേ മീലാദ് പരിപാടിക്ക് പോയി. ഷാർജയിൽ ഒരു പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പ്രസംഗിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ, എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ കയ്യിൽ വേഗം കയറി പിടിച്ചു. അങ്ങനെ പരിചയമുള്ള ആൾ പെട്ടെന്ന് പിടിക്കുമല്ലോ. ഇയാൾ കുറച്ച് ഉഷാറായിട്ട് അങ്ങ് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, കാതിൽ ഉസ്താദെ ഒരു വിഷയം പറയാനുണ്ടെന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചു. അപ്പം അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ അയാളെ കൂടെ ഉണ്ട്, തിരുവനന്തപുരക്കാരനാണ്. അപ്പം വളരെ സങ്കടത്തിൽ, ഒന്ന് വയത് മദ്ഹുർ റസൂലും കേട്ട വയലും കേട്ട ഒരു സങ്കടം ഉണ്ടോ, അതല്ല കൂടുതൽ സങ്കടത്തിൽ ആ ചെറുപ്പക്കാരനെ കണ്ടു. അപ്പം ഈ പ്രായമുള്ള ആൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ചെറുപ്പക്കാരൻ. ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇയാൾ പറഞ്ഞു, ഉസ്താദെ ഇവൻ മറ്റന്നാൾ നാട്ടിലേക്ക് പോവുകയാണ്, 2 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോവുകയാണ്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, അള്ളാഹു തആല യാത്ര സന്തോഷത്തിലാക്കട്ടെ എന്ന് പറഞ്ഞു. ഞാനും തിരക്കിലാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒരു 2 മിനിറ്റ് ഉസ്താദിന് കേൾക്കാൻ പറ്റുമോ എന്ന് വെച്ചു. ഞാൻ വെച്ചാൽ എന്താണ് വിഷയം? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ പോകുന്നത് എൻ്റെ ഭാര്യയുമായിട്ടുള്ള എൻ്റെ ജീവിതത്തെ ഒഴിവാക്കാനാണ്. ഭാര്യയുമായിട്ടുള്ള ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മദ്ഹുർ റസൂൽ വേദം പറഞ്ഞിറങ്ങുന്ന ഉസ്താദിനോട് നിങ്ങൾ ഒഴിവാക്കുന്ന കാര്യമാണോ പറഞ്ഞത്? നിങ്ങൾ യോജിപ്പിക്കുന്ന കാര്യമല്ലേ പറയേണ്ടത്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് യോജിപ്പല്ലേ? ഹലാലായ വിഷയത്തിൽ ഏറ്റവും അള്ളാഹുവിന് വെറുപ്പുള്ളത്, കോപമുള്ളത് ത്വലാഖിലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ കരഞ്ഞു. ഇതൊക്കെ ആ സമയത്ത് നടക്കുകയാണ്. ആളുകൾ അതിൻ്റെ ഇടയിൽ കൈയും പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് എൻ്റെ ഭാര്യയോട് ഒരു വെറുപ്പുമില്ല. എനിക്ക് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ജീവിച്ചിട്ട് ഞാൻ മതിയാക്കി ഒഴിവാക്കുന്നതും അല്ല. അവൾക്ക് എന്നെ വേണ്ടെന്നാണ് പറയുന്നത്. അവൾക്ക് എന്നെ വേണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, കുട്ടികളുണ്ടോ? ഒരു കുട്ടിയുണ്ടെന്ന്, 1.5 വയസ്സായൊരു കുട്ടിയുണ്ടെന്ന്. അല്ലാ, എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ അദ്ദേഹത്തോട് എന്താ പറയാ? അപ്പം ഞാൻ ചോദിച്ചു, അവിടെ ചർച്ചയും കമ്മിറ്റിക്കാരും അങ്ങനെ ബന്ധപ്പെടാൻ പറ്റുന്ന ആളുകൾ ആരും ഇല്ലേ? എല്ലാ ചർച്ചകളും തീർന്നുപോയി. ഞാൻ എന്താണ് വിഷയം? അപ്പം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, അവൾക്ക് ഈ ഫോണിലൂടെയും മറ്റൊക്കെ പലരുമായി ബന്ധപ്പെടുകയും ആ ബന്ധത്തിൽ ഏതോ ഒരു ബന്ധം തലക്ക് കയറുകയും ചെയ്തു. ഇപ്പൊ എന്നെ വേണ്ടാന്ന് ഉറപ്പിച്ച് പറയാൻ ആര് ചർച്ചക്ക് പോയിട്ട് എന്താണ് എൻ്റെ അടുക്കലുള്ള ഫാൾട്ട് എന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാകുമായിരുന്നു. എന്താണ് എനിക്കൊരു കുറവ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കുറവ് നികത്താൻ ഞാൻ തയ്യാറാകുമായിരുന്നു. പക്ഷെ എനിക്ക് കുറവുണ്ട് എന്നല്ല ഓള് പറഞ്ഞു. എനിക്ക് എന്നെ വേണ്ടാന്നാ പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഞാൻ ആ ചെറുപ്പക്കാരനോട് കുറച്ച് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറയാന്നല്ലാതെ വേറെന്താണ് പറയാ? ഞാൻ അയാളോട് പറഞ്ഞു കുറച്ച് സ്വലാത്ത് വല്ലോ കൽബിന് സമാധാനം കിട്ടാൻ. അതല്ലാതെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന മേഖലയല്ലല്ലോ. ഒന്നും നമ്മുടെ നാടല്ല, നമ്മുടെ ജില്ലയല്ല, നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ല. മാത്രമല്ല ആ നാട്ടിലുള്ള ആളുകൾ, പൗരപ്രമുഖരും ജമാഅത്ത് കമ്മിറ്റിക്കാരൊക്കെ ഇടപെട്ട് ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. ഇനിയിപ്പം പോയിട്ട് കേസ് തീർക്കേ വേണ്ടുള്ളൂ, ഭാര്യനെ ഒഴിവാക്കാനാണ് പോകുന്നത്, അതല്ലാതെ വേറെ മാർഗം മുന്നിലില്ല. വില്ലൻ ആരാന്നാ പറഞ്ഞത്? മൊബൈലാണ്. സോഷ്യൽ മീഡിയ തകർക്കുന്ന ദാമ്പത്യ ബന്ധങ്ങൾ എന്നാണ് എനിക്ക് വിഷയം തന്നത്, നോട്ടീസിൽ കണ്ടത്. അല്ലാഹു ജല്ല വായിച്ചപ്പോൾ എനിക്ക് വിഷയം ഓർമ്മ വന്നതാണ്. അല്ലാഹു തആല നമ്മുടെ കുടുംബ ബന്ധങ്ങളെല്ലാം സന്തോഷത്തിലാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യമല്ലേ നമുക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതല്ലേ നമുക്കുള്ളത്. അവൻ തരാത്തത് തരാനോ അവൻ തരാൻ ഉദ്ദേശിച്ചതിനെ തടയാനോ ലോകത്തൊരു ശക്തിക്കും കഴിയില്ലല്ലോ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ കഴിവ് കൈ ഉയർത്തണമെങ്കിൽ അല്ലാഹുവിന്റെ കാരുണ്യം വേണം. തളർത്തണതാ കൈ താഴ്ത്തണമെങ്കിലും അല്ലാഹുവിന്റെ കാരുണ്യം വേണം. ഞാൻ ഓർമ്മിക്കുന്നു, ഈ അടുത്തെവിടെയോ ഒരു വാളിന് വന്നപ്പോൾ, കൃത്യമായ മഹല്ല് സ്ഥലം എനിക്ക് ഓർമ്മയില്ല, ഒരു റൂസിന്റെ വാളിന് വന്നപ്പോൾ എന്നെ ഭക്ഷണത്തിന് കൂട്ടിക്കൊണ്ടുപോയ സഹോദരൻ, അദ്ദേഹത്തിന്റെ പെങ്ങളുടെ വീട്ടിലാണ് ഭക്ഷണം. ഈ അടുത്ത പരിസരം എവിടെയോ ആണ്. ആ വീട്ടിൽ 2-3 വർഷം മുമ്പത്തൊരവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വണ്ടിയിലിരിക്കുന്ന ആള് പറഞ്ഞു, എന്റെ പെങ്ങളുടെ ഭർത്താവിന് സുഖമില്ല. അദ്ദേഹം 2 കൊല്ലം മുമ്പ്, ഞാൻ ഈ പറയുന്നതിന്റെ 2 കൊല്ലം മുമ്പ് ഖത്തറിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് നിന്ന ആളാണ്. നാളെ ഖത്തറിൽ പോകേണ്ട ആളാണ്. നേരം വെളുക്കുമ്പോഴേക്ക് സ്ട്രോക്ക് വന്നിട്ട് തളർന്നുപോയി. ഈ പരിസരത്ത് എവിടെയോ ആണ് അദ്ദേഹത്തിന്റെ വീട്. അല്ലാഹുവേ, പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാനെ. ഞാൻ അദ്ദേഹത്തിന്റെ റൂമിൽ കയറി കണ്ടു. ചെറുപ്പക്കാരൻ, നല്ല വെളുപ്പുള്ള, നല്ല വെളുത്ത, നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ. കുറെ മന്ത്രിച്ചു, അല്ലാഹുവേ, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ഒരു നഷ്ടവും ഒരു ടെൻഷനും ഒരു പരിക്കുമില്ലാതെ, ഒരു രോഗവും ഒരു രോഗലക്ഷണവും ഒരു ക്ഷീണവും കാണിക്കാത്ത ശരീരം. നാളെ ഖത്തറിൽ പോകേണ്ട ആള് നേരം വെളുക്കുമ്പോഴേക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇന്ന് കണ്ട കണ്ണുകൊണ്ട് നാളെ കാണാൻ കഴിയണമെന്നില്ല. ഇന്നിപ്പോൾ നല്ല സ്ഫുടമായി സംസാരിക്കുന്നു എന്നതുകൊണ്ട് നാളെ സംസാരിക്കാൻ കഴിയണമെന്നില്ല. ഇന്ന് അനങ്ങിയ കൈ നാളെ അനങ്ങണമെന്നില്ല. എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ കാണുന്ന ആളില്ലേ, ഈ ആളുകളെ നാളെ കാണണമെന്നില്ല. എത്ര ആളുകളെയാണ് നമ്മൾ അങ്ങനെ കേൾക്കുന്നത്. ഇന്നലെ രാത്രി ഒന്നിച്ചിട്ട് വാള് പറയുമ്പോൾ അവിടെ ഉണ്ടായതാണ്. ഇന്നലെ ഉച്ചക്ക് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചതാണ്, പെട്ടെന്നാണ് മരണപ്പെട്ടത് എന്നൊക്കെ കേൾക്കുന്നില്ലേ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നൽകട്ടെ. അപ്പൊ ഓരോ സമയത്തും അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് ഓരോ വിഷയത്തിനും അപ്പോൾ കഴിവ് തന്നുകൊണ്ടിരിക്കുകയാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് കുടുംബമെന്ന് പറയുന്നത്, ദാമ്പത്യമെന്ന് പറയുന്നത്. കുടുംബമെന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത്, കൂടുമ്പോൾ അഴകുണ്ടാകുന്നത്, കൂടുമ്പോൾ വർണ്ണമേറുന്നത്, കൂടുമ്പോൾ ദുഃഖമകലുന്നത്, കൂടുമ്പോൾ സങ്കടം നീങ്ങുന്നത്. ഇതിനെയാണ് സാധാരണ കുടുംബമെന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ആദം നബി, ഉറക്കൊന്ന് പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചത് സ്വർഗത്തിലാണ്. ഇനി ജായിലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലാണ് അല്ലാഹു തആല സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ സൃഷ്ടിച്ചത് അല്ലാഹു തആല സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ സൃഷ്ടിക്കാൻ കുറെ കാരണങ്ങളുണ്ട്.
ഈ ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ വരേണ്ടവരാണ്. വികാരവും വിവേകമുള്ള ഒരുപാട് സൃഷ്ടികൾക്ക് വാപ്പയാണ്. ഈ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം കണ്ടാൽ മക്കളായ പിന്നീട് വരുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്ക് ഒരാശ വരാൻ അതൊരു കാരണമാണ്. നമുക്കും തോന്നില്ലേ ഉപ്പാപ്പ ഇറങ്ങി വന്ന സ്ഥലത്തേക്കൊന്ന് പോകണമെന്ന്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ താമസിക്കുന്ന കാലം, സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടുന്ന ഇടമാണ് സ്വർഗം. നിങ്ങൾ താല്പര്യപ്പെടുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. പുറത്തുള്ള മണ്ണും ചരല് മിസ്കും ജൗഹറ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറ. ധരിക്കാനതിൽ ലഭിക്കുന്ന തുണിയും സുന്ദുസ. അൽഹംദുലില്ലാഹ് ജീവിതം എന്തന്തസ. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. വളരെ സന്തോഷമുള്ള സൗഭാഗ്യങ്ങളുടെ പറുദീസയായ എല്ലാ വിഷയങ്ങളും ചിന്തിക്കുന്നത് മുഴുവനും കിട്ടുന്ന ഇടമാണല്ലോ. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ആക്ഷേപവാക്കുകളില്ല, അപഹാസ്യപ്പെടുത്തലില്ല, പരിഹാസവാക്കുകളില്ല. ഒരാളുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക് മറ്റൊരാളെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാക്കുമെന്നതല്ലാതെ ഒരാളെ നാവിൽ നിന്ന് വരുന്ന വാക്ക് അയാൾക്കോ മറ്റുള്ളവർക്കോ കൽബിൽ വേദന വരുത്തില്ല. ദുനിയാവിൽ കുത്തി പറയാവുന്നതാണ്, ദുനിയാവിൽ തൂണ്ടിയിട്ട് പറയാവുന്നതാണ്, ദുനിയാവിൽ വെറുതെ ആക്കിയിട്ട് പറയാവുന്നതാണ്, ദുനിയാവിൽ വെറുതെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സമാധാനമുള്ള വാക്ക് മാത്രമല്ലേ അവിടെ ഉള്ളൂ, സന്തോഷമുള്ള വാക്ക് മാത്രമല്ലേ അവിടെ ഉള്ളൂ. എല്ലാവർക്കും റാഹത്തല്ലേ സ്വർഗത്തില്. ആ സ്വർഗത്തില് ഇഷ്ടമുള്ള പഴങ്ങളുണ്ട്. ഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. ഇഷ്ടമുള്ള പക്ഷികളുടെ മാംസമുണ്ട്, ഉദ്ദേശിക്കുന്ന ഫ്രൂട്ട്സുകൾ എമ്പാടുമുണ്ട്. ഈ സുഖങ്ങളെല്ലാമുള്ള അതിന്റെ പറുദീസയായ സ്വർഗലോകം. ആ സ്വർഗലോകത്തിൽ നമ്മുടെ ബാപ്പയായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹ് സൃഷ്ടിച്ചിട്ട് കുറച്ച് ദിവസം ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലങ്ങ് ഒറ്റക്കായപ്പോൾ സ്വർഗത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എത്ര റാഹത്ത് കിട്ടണില്ല. സ്വർഗത്തിൽ ആദം നബിക്ക് റാഹത്ത് കിട്ടണില്ല. സ്വർഗം എന്ന് പറഞ്ഞാൽ റാഹത്തിന്റെ കേന്ദ്രമാണ്. അവിടെ തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്തോ ഒരു കുറവ്, എന്തോ ഒരു പ്രശ്നം. നമുക്ക് എല്ലാ സൗകര്യമുള്ളൊരു പുരക്ക് നമ്മളെ കൊണ്ടാക്കി, നല്ല ഭക്ഷണം കഴിക്കാനുള്ള വീട്, എന്തോ പേര് മറന്നു, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ഒരു ആഫിയത്ത് പോരാ, അല്ലാഹുവേ നല്ല റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. ഭക്ഷണം തന്ന വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. നമുക്കും അവർക്ക് എല്ലാവർക്കും അല്ലാഹുവേ സ്വർഗത്തിൽ ഭക്ഷണം നൽകണേ അല്ലാഹ്. ഒരു നല്ല, നമുക്ക് ഉദാഹരണം പറയാണ്, ഒരു വീട്ടിൽ താമസിപ്പിച്ചു, നല്ല ഉഷാറ്. ആദ്യം മനുഷ്യൻ എടുത്തു നോക്കൽ എന്താ? ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഉണ്ടോന്ന്, മൊബൈൽ കൈമുണ്ടോന്നല്ല, അതിൽ റേഞ്ച് ഉണ്ടോന്ന്. പിന്നെ ആ വീട്ടിൽ പോയിട്ട് പാതി ചോദിക്കൽ എന്താ? വൈഫൈ ഉണ്ടോന്നാണ്. വൈഫ് ഉണ്ടോന്നല്ല, വൈഫൈ ഉണ്ടോ. എല്ലാവരും നെറ്റില്ലെങ്കിൽ പിന്നെ മറ്റേതാ ചോദിക്കുക. അതും കൂടെ ഇല്ലെങ്കിൽ പിന്നെ ആടെ എന്ത് ഗുൾക്കൂസ് കൊണ്ട് കൊടുത്തിട്ടും കാര്യമില്ല. ഒരു പോരയിൽ ഇന്നത്തെ കാലത്ത് നെറ്റ് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഓൻ എന്ത് കൊടുത്തിട്ട് എന്താ കാര്യം? ഇവന് റേഞ്ച് ഉണ്ടാവൂല, ഓന്റെ മനസ്സിൽ റേഞ്ച് ഉണ്ടാവൂല, മൊബൈലിൽ റേഞ്ച് ഇല്ലെങ്കിൽ. സുബ്ഹാന ജല്ല ജലാലു. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. സ്വർഗത്തിലാണ് ആദം നബി ഉള്ളത്, എല്ലാ സന്തോഷമുള്ള ലോകമാണ്. പക്ഷേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു റാഹത്തങ്ങട്ട് പൂർണ്ണമാകുന്നില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറങ്ങുകയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുൻ തീരുമാനപ്രകാരം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു വളഞ്ഞ വാരിയൽ ഊരിയിട്ട് ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കുകയാണ്. ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയെ കണ്ടു. രണ്ടുപേരും തമ്മിലുള്ള കല്യാണവും അല്ലാഹു തആല അങ്ങ് നടത്തി കൊടുത്തു. അങ്ങനെ സ്വർഗത്തിൽ കല്യാണം കഴിഞ്ഞ ഉപ്പാന്റെ ഉമ്മാന്റെ മക്കളാണ് നമ്മൾ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഒരു കല്യാണം കൂടി അടിപൊളിയായി വരാനുണ്ട്. അത് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കല്യാണമാണ്. അല്ലാഹു നമുക്കതിൽ പങ്കെടുക്കാൻ എല്ലാ ബറക്കത്തും എല്ലാ തൗഫീഖും നൽകട്ടെ. ഈ ഉറൂസ് നഗരിയിലുള്ള ഓൺലൈനിൽ ഇത് കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇവിടെയുള്ള മഹാന്മാരോടൊത്ത് അല്ലാഹു നമ്മുടെ കുടുംബത്തോടൊത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു അവസരം നൽകട്ടെ. ഉപ്പാപ്പയുടെ കല്യാണം നടന്നപ്പോഴാണ് ഹവ്വാ റളിയല്ലാഹു അൻഹ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് സ്വർഗം, ഈ എല്ലാ സുഖങ്ങളുള്ള സ്വർഗയിലെ ആ സ്വർഗത്തിൽ തന്നെ ആദം നബി അലൈഹിസ്സലാമിന് റാഹത്ത് കിട്ടണത്. കുടുംബത്തിന്റെ ഗുണാത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയെ കിട്ടിയപ്പോഴാണ്, കല്യാണം കഴിഞ്ഞപ്പോഴാണ്, ഒരു കുടുംബമായപ്പോഴാണ് സ്വർഗത്തിൽ തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് റാഹത്തുണ്ടായത്. ചില ഉപ്പയുമ്മയുണ്ടോ, പ്രായമുള്ള ഉമ്മ ഉപ്പ, എൻ്റെ ഭാര്യൻ്റെ ഉമ്മയുണ്ട്, ഉപ്പ മരിച്ചുപോയി, അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉമ്മയുണ്ട്, ഇപ്പം പ്രായമുണ്ട്, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉള്ള കാലത്ത് പ്രായമുള്ള ഉപ്പ നല്ല പ്രായമുണ്ട്. ഉപ്പാപ്പയും ഉമ്മാമയും അവര് ഒരു ദിവസം മാറി താമസിക്കൂല, ഒറ്റ ദിവസം മാറി താമസിക്കൂല. പാപ്പ ഉള്ളിടത്ത് ഉമ്മാമ ഉണ്ടോ, ഉമ്മമ്മ ഉള്ളിടത്ത് പാപ്പ ഉണ്ടോ. ചില പ്രായമുള്ളവരങ്ങനെ ഉണ്ട്. ഓളെ പിന്നെ ചുമക്കലിടക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. ഓർ അപ്പുറന്ന് ചുമച്ചാൽ, നമ്മളാ ചുമ മനസ്സിലാവില്ലേ, ചുമച്ചാൽ എനിക്കൊരു സമാധാനം എന്ന് പറയും. അപ്പുറത്തെ കട്ടിലിൻ്റെ മുകളിൽ, അപ്പുറത്തെ കട്ടിലിൻ്റെ മുകളിൽ ഒരേ റൂമിൽ രണ്ട് കട്ടിലുണ്ട് മൂലയിൽ. അതൊരു സമാധാനമാണ്. ലൈംഗികതയല്ല ഞാൻ പറയണത്, 90-100 വയസ്സാക്കുന്നത് ലൈംഗികത അതല്ല ഞാൻ പറയണത്. ഖൽബിന്റെ ഉള്ളിലുള്ള മഹബത്തിന്റെ കടുപ്പമാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടായാൽ അങ്ങനെയാണ്, ആ ഇമ്പം നിലനിന്നാൽ അങ്ങനെയാണ്. 75-80 വയസ്സായ ഉപ്പാപ്പക്ക് 75 വയസ്സായ ഉമ്മാമയെ കണ്ടില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടായതാണ്, മഹബത്ത് കയറിയതാണ്. ഞാൻ പറയണത് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സന്തോഷം കൊടുത്തില്ലേ, ആ സന്തോഷത്തിന്റെ തുടർച്ചയാണ് ലോകത്ത് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഏറ്റവും പ്രധാനപ്പെട്ട നിക്കാഹ്. വമിൻ സുന്നത്തി നിക്കാഹ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ ദാമ്പത്യം, ആ പരിശുദ്ധമായ ജീവിതം മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഏറ്റവും ഉദാത്തമായ മാർഗമാണത്. പുതിയ ലോകമെന്ന് പറയുന്നത് ദാമ്പത്യം പൊളിഞ്ഞു പോകുന്നു എന്ന് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ കൊണ്ട് കിട്ടിയ ഗുണം. പിന്നെയോ കുടുംബമേ വേണ്ട എന്നാണ് ആള് പറയുന്നത്. ഒരുപാട് ചെറുപ്പക്കാരും പെണ്ണുങ്ങളും പറയുന്നു കല്യാണം വേണ്ട, കല്യാണം വേണ്ട എന്ന് പറയുന്ന ആളുകൾ കേട്ടില്ലേ, ഇഷ്ടംപോലെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും മനുഷ്യന്റെ ബുദ്ധി നൽകട്ടെ. അങ്ങനെ ദ്വാരക്കാനല്ലേ പറ്റുള്ളൂ. എല്ലാവർക്കും അള്ളാഹു തആല മനുഷ്യന്റെ ബുദ്ധി നൽകട്ടെ. പെൺകുട്ടികൾ പറയാൻ എന്തിനാണ് കല്യാണം അങ്ങനെ ചിന്തിക്കുന്നത്? പഴയ കാലം പോലെയല്ല വിപത്ത് എന്ന് പറഞ്ഞാൽ, മുമ്പ് ഈ നാട്ടിൽ ഒരു വിഷയം ഉണ്ടായാൽ ഈ നാട്ടിലും പരിസരത്തുള്ള നാടുകളിൽ മാത്രമേ അത് കാര്യമായിട്ട് തന്നെ എത്തുള്ളൂ. കുടുംബക്കാരൊക്കെ ഉള്ള സ്ഥലത്തല്ലേ എത്തുള്ളൂ. അതേ സമയത്ത് ഇപ്പോൾ അങ്ങനെയല്ല. ഇവിടെ ഒരു വിഷയം നടന്നാൽ എത്രയോ വേഗത്തിൽ അതിന്റെ അപ്പുറം എത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല ഗൗരവത്തിൽ ചിന്തിച്ച് ജീവിക്കേണ്ടതുമുണ്ട്. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. നല്ല കുടുംബജീവിതം ഉണ്ടാകണം. ആ കുടുംബജീവിതം താറുമാറാക്കുന്ന ഒന്നും ഒരാളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഏറ്റവും നല്ല കുടുംബത്തിന് ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ അഭ്യർത്ഥനയുണ്ട്, താല്പര്യമുണ്ട്. അള്ളാഹുവിന്റെ മഹാന്മാരായ
ഇബാദുർ റഹ്മാനിനെ പരിചയപ്പെടുത്തിയിട്ട് സ്വാലിഹീങ്ങളുടെ സ്വഭാവം പറഞ്ഞിട്ട് വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ والذين يقولون ربنا والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما മഹാന്മാരെ സ്വഭാവം അങ്ങനെ പറയാണ് ഖുർആൻ. അവർ പാതിരാക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണ്, അവർ കിബറില്ലാതെ താഴ്മയോടെ ഭൂമിയിൽ നടക്കുന്നവരാണ്, തർക്കവിതർക്കങ്ങൾക്ക് പോകാതെ അവർ നാമ ശ്രദ്ധിക്കുന്നവരാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹ് കുറേ കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് വല്ലദീന യഖൂലൂൻ, ആ മുഅ്മിനീങ്ങളുടെ ദുആ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് കൺകുളിർമ നൽകണം അല്ലാഹ്. മനസ്സിന് സമാധാനം ഉണ്ടാകണം, നല്ല മക്കളുണ്ടാകണം, നല്ല മക്കള്, നല്ല ഭാര്യ, നല്ല ഭർത്താവ്. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട്, യു പിയിൽ കോളേജിൽ പഠിച്ച് ഇറങ്ങിയിട്ട് ഫസ്റ്റിൽ ദർസ് തുടങ്ങിയത് കണ്ണൂർ ജില്ലയിലൊരു സ്ഥലത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്യാമറയുടെ ഉള്ളതുകൊണ്ട് നാടിൻ്റെ പേര് പറയൽ കുറച്ച് ഇറങ്ങാറാണ്. വാഴ് പറഞ്ഞു, ദർസ് വാർഷികം നടക്കാം, വാഴ് പറഞ്ഞുകൊണ്ടിരിക്കാം. അന്ന് ഞാൻ തന്നെയാണ് വാഴ്, 7 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ അവിടെ ഒരു പള്ളിൻ്റെ വരുമാനത്തിന് വേണ്ടി, നിത്യവരുമാനത്തിന് വേണ്ടി ഒരു ഹോട്ടൽ ഉണ്ടാക്കണം, ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത്, ടൗണിൽ. അതിൻ്റെ പിരിവും അവിടെ നടക്കുന്നുണ്ട്. വാഴ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിൽ നിന്ന് ഒരാൾ, കമ്മിറ്റിക്കാരനാണ്, അദ്ദേഹം ഒരു കത്ത് തന്നു. ആ കത്തിലെന്താ അറിയോ? എൻ്റെ മക്കൾക്ക് ഹിദായത്ത് കിട്ടാൻ ഉസ്താദ് ദ്വാരക്കണം, 1 പവൻ സ്വർണം. അന്ന് 1 പവന് 3800 റുപ്യാണ്. 20 കൊല്ലം മുമ്പത്തെ കഥയാണ് പറഞ്ഞത്. ഇപ്പം എത്രയാണ് നിങ്ങൾ പൊരക്കൊയിട്ട് കൂട്ടി വെക്കണം. സുബ്ഹാന ജല്ല ജലാലു. മുമ്പെല്ലാം വേദ പറഞ്ഞാൽ ഖലീൽ തങ്ങൾ പൊന്ന് ചോദിച്ചാൽ പൊന്നെല്ലാം നല്ലോണം കൊടുക്കും. ഇപ്പം എന്തുകൊണ്ടാണ് പൊന്ന് വരാത്തെന്നറിയോ? പെണ്ണുങ്ങൾ പറയുന്നത് വിരൽ നിങ്ങൾ കൊണ്ടേക്കോ, മോതിരം തരൂല, അത്ര വിലയാണ്. കാത് വേണമെങ്കിൽ കൊണ്ടേക്കോ, അലിക്കത്ത് തരൂല, അത്ര വിലയുണ്ട് ഇന്ന് പൊന്നിന്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞാൽ പൊന്നെല്ലാം കിട്ടണം കുറച്ച് പണിയാണ്. എന്നാലും ഞാൻ പറയും, തങ്ങളേത്തെ പറഞ്ഞല്ലേ, നമ്മളെ മദ്രസക്ക് ആവശ്യമുണ്ട്. ഏതെങ്കിലും ഉമ്മ ചെറിയ പൊട്ടിയ മോതിരായാലും മതി, നല്ല തന്നെ വേണമെന്നില്ല, കിട്ടിയാൽ വലിയ സന്തോഷമാണ്. നമ്മുടെ മക്കൾക്ക് ഇൽമ പഠിക്കാനാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞ ഹാജിയാര് 1 പവൻ സ്വർണ്ണ നാണയം. അന്നും സ്വർണത്തിനല്ല വിലയുണ്ട് കേട്ടോ. ഈ സംഗതി 3800 തന്നെ അന്നത്തെ ഏറ്റവും വലിയ വില തന്നെയാണത്. ഏതായാലും ആ സ്വർണ്ണ നാണയം എന്നിട്ട് ദ്വാരക്കാൻ പറഞ്ഞു. ഞാൻ നല്ലോണം ദ്വാരുന്നു. അല്ലാഹുവേ, വാലിന്റെ ഇടയിലാണ്. നമ്മുടെ ഈ ഹജ്ജാരുടെ മക്കൾക്കല്ല ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. നല്ല ജനങ്ങളുണ്ട് ബാക്കില്, ചെറുപ്പക്കാര് പൊതുവെ ബാക്കിലാണല്ലോ ഉണ്ടാകുക. അവര് മൂലയിൽ ഇരുന്നിട്ട് ഉറക്കെ ആമീൻ പറയണം. ആമീൻ. ഒന്നെങ്കിൽ അവർ ഇഖ്ലാസിന്റെ കടുപ്പം കൊണ്ട്, അല്ലെങ്കിൽ എന്നെ ആക്കിയിട്ട് പറഞ്ഞതാണ്. ഏതായാലും ഉറക്കെ ആമീൻ എന്ന് പറഞ്ഞവര് നോക്കുമ്പോ എന്താ സംഗതി? നല്ല മനുഷ്യനാണ്. ഹദ്ദാദിന് മുത്തഅല്ലിമീങ്ങളെ കൂടെ, എൻ്റെ ദർസിലെ മുത്തഅല്ലിങ്ങളെ കൂടെ ഇരുന്നിട്ട് ഹദ്ദാദിന് ഫാത്തിഹ വിളിക്കും മൂപ്പര്, പള്ളിയിലുണ്ടെങ്കിൽ വാങ്ക് വിളിക്കും മൂപ്പര്, വലിയ പൈസക്കാരനാണ്. അങ്ങനെയുണ്ട് ചില ആൾ, നല്ല മനുഷ്യന്മാര്. ഏതായാലും ഞാൻ പറഞ്ഞത് ആ നാട്ടിലെ പ്രധാനപ്പെട്ട ശാരീരികങ്ങളാണ്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ ചെറുപ്പക്കാർക്കും മക്കൾക്കെല്ലാം നീ പൂർണ്ണമായ ഹിദായത്ത് നൽകണേ അല്ലാഹ്. അപ്പൊ അങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞത് മക്കൾ നന്നായി കിട്ടുക എന്ന് പറയുന്നത് ദ്വാരക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞതാണ്. അതുപോലെ ഭാര്യമാര് നന്നായി കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. എത്രയാണ് ഭർത്താക്കന്മാര് നന്നായി കിട്ടുക എന്നുള്ളത് ഏറ്റവും നല്ല സ്വഭാവമാണ്. ഇരിക്കട്ടെ, അല്ലാഹു ജല്ല ജലാലു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബം എന്ന് പറയുന്നത്, ദാമ്പത്യം എന്ന് പറയുന്നത്. ആ ദാമ്പത്യ ജീവിതം ശരിയില്ലാത്തൊരവസ്ഥ വന്നാൽ, ഭാര്യ ശരിയില്ലാത്തൊരവസ്ഥ വന്നാൽ, അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാര് പഠിപ്പിക്കുന്ന ഒരാൾക്ക് അല്ലാഹു തആല നൽകുന്ന നിഅമത്തുകളിൽ പ്രധാനപ്പെട്ട നിഅമത്ത് 4 എണ്ണമാണ്. ഒരാൾക്ക് അല്ലാഹു തആല നൽകുന്ന നിഅമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടത് 4 എണ്ണമാണ്. ഒന്ന്, യകൂന അസ്വാജുഹു സുലഹാ.
ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അയാളുടെ ഇണ നന്നാകുക എന്നുള്ളതാണ്, ഭാര്യ നന്നായി കിട്ടുക എന്നുള്ളതാണ്. നല്ല ഉഷാറാണ് മൂപ്പര്. കമ്മിറ്റിന്റെ പ്രസിഡന്റ്, കിട്ട പ്രസിഡന്റിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, സെക്രട്ടറിക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ഉറക്കെ പറഞ്ഞാൽ അള്ളാഹു പ്രത്യേകിച്ച് ബർക്കത്ത് ചെയ്യട്ടെ. നല്ല റാഹത്താണ്. പക്ഷേ വീട്ടിലെത്തിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. മദീനയിൽ ഈത്തപ്പഴ കച്ചവടം ചെയ്യുന്ന ഒരു നാദാപുരക്കാരനുണ്ട്. ഈത്തപ്പഴ കച്ചവടം ചെയ്യുന്ന ഒരാള്, നമ്മുടെ സ്നേഹിതനാണ്, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. എൻ്റെ കൂടെ ദർസിൽ പഠിച്ചിരുന്ന ഒരു അമാനിയുണ്ട്, ഷക്കീർ അമാനി, കണ്ണൂർ സിറ്റിക്കാരനാണ്. ഒരു ദിവസം ഞാൻ ഉംറക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, ഒരു ഈത്തപ്പഴ കച്ചവടം ചെയ്യുന്ന ഒരു കടയിൽ, നിങ്ങളെ കാണണമെന്ന് അയാൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കയറാം. അങ്ങനെ ഞാൻ പോയി നോക്കി. മൂപ്പര് മലപ്പുറക്കാരനാ. എന്താ സംഗതി അറിയോ? നോക്കുമ്പോ മൂപ്പരെ പറ്റിയിട്ട് അടുത്തുള്ള ഈ അമാനി പറയാണ്, മൂപ്പര് നാട്ടിലേക്ക് ഫോൺ ചെയ്താൽ എപ്പോ മൂപ്പര് ഹാപ്പിയില്ല. നാട്ടിലേക്ക് ഫോൺ ചെയ്താൽ മൂപ്പര് കരയാതെ ഫോൺ വെക്കാറില്ല. എന്നെ കേൾക്കുന്ന പ്രവാസികളും അല്ലാത്തവരുമായ ഭർത്താക്കന്മാരുണ്ടാകും, ഭാര്യമാരുമുണ്ടാകും. എന്തുകൊണ്ടാണ് കരഞ്ഞിട്ട് ഫോൺ വെക്കുന്നത്? ഭാര്യ എപ്പോഴും ഇയാളോട് തട്ടിക്കേറാണ്. എന്ത് പറഞ്ഞാലും ഭാര്യക്ക് റാഹത്താകൂല. അവസാനം ചൂടായി ആകെ കരഞ്ഞിട്ട് ഫോൺ വെക്കും. അപ്പൊ ഏതോ ഒരു സ്ഥലത്തുനിന്ന് സാധുവായ ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ്, കുടുംബജീവിതത്തിനെ പറ്റി പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് ആരോ ഇയാൾക്ക് കൊടുത്തു. ഇയാൾ അത് പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുത്തു. പെണ്ണുങ്ങൾ ആ വേല കേട്ടിട്ട് ഇപ്പൊ റാഹത്തുണ്ട് എന്നാ പറഞ്ഞ. അള്ളാഹു തആല നന്നാക്കി കൊടുക്കട്ടെ, അള്ളാഹു തആല നന്നാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് മൂപ്പർക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു. ഇതിന് പേര് പറഞ്ഞിട്ട് ഞാൻ ആദ്യം കുടുംബത്തിൽ കുൽമാലുണ്ടാക്കണ്ട. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, എത്ര ആളുകളാണ് ഭാര്യമാരുടെ സ്വഭാവം കൊണ്ട് സങ്കടപ്പെടുന്നത്, ഭാര്യമാരുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് കരയുന്നത്, സങ്കടപ്പെടുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതം റാഹത്താക്കി തരട്ടെ. ഒരിക്കൽ സൗദി അറേബ്യയിൽ പോയപ്പോ അവിടെ കമീസ് എന്നൊരു സ്ഥലമുണ്ട്. ഭയങ്കര ബുറൈദ, തണുപ്പിന്റെ നാടാ. അവിടെ നിന്ന് ഉംറക്ക് പോയി ഒരു ബസ്സിൽ. ഉംറക്ക് പോകുമ്പോൾ അതിൽ അമീറെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ അതിൽ കയറിയപ്പോൾ നമ്മൾ അലി ബാഫഖി തങ്ങളെ മകനുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ. ഓരോ ആ വണ്ടിയിലുണ്ട്. അപ്പോ ഓറ് പറഞ്ഞു, ഈ മിസ്ബാഹി ബാദ് പറയുന്ന ആളാന്നോ. അപ്പൊ പിന്നെ ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് എന്തെങ്കിലും സംസാരിക്കണമെന്നോ. ഞാനിങ്ങനെ ഒന്ന് രണ്ട് കാര്യം അറിയുന്നത്, പിന്നെ സുമുത്തുനബിന്റെ മദഹെല്ലാം പറഞ്ഞിങ്ങനെ പോയി. ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ണൂർ ജില്ലക്കാരനായ ഒരാൾ എൻ്റെ കൂടെ വന്നു. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഭാര്യയും മക്കളൊക്കെ, എൻ്റെ ഭാര്യ എൻ്റെ മോളും എൻ്റെ വണ്ടിയിലുണ്ട്. നാട്ടിൽ നിന്ന് വിസിറ്റിന് കൊണ്ടുവന്നതാണ്, ഉംറക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൽബ് ചിലപ്പോൾ കയറിപ്പോയാലോ, ഇതല്ലാതെ വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞക്കല്ലേന്നും. ഭർത്താവിനെ നോക്കുന്നതിനെ പറ്റിയിട്ട് ഉസ്താദ് ഒന്ന് പറയണം. എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്താൽ എപ്പോഴും എനിക്ക് തലവേദനയാണ്, എനിക്ക് കടവർക്കാൻ കഴിയൂല, എൻ്റെ ഭാര്യൻ്റെയും മക്കളെയും പരാതി തീരൂല. അതുകൊണ്ട് ഭാര്യയും മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്, ഇവിടുന്നെങ്കിലും ഒന്ന് ദഹർന്നിട്ട് ശരിയാകുമോ നോക്കാൻ. ഏതായാലും നിങ്ങൾ വണ്ടിയിലുണ്ടല്ലോ, നിങ്ങൾ അവിടെ എത്തുന്നവരെ ഭാര്യ ഭർത്താക്കന്മാരെ പറ്റിയിട്ട് ഒന്ന് പറയോ. ഞാൻ പറഞ്ഞെന്ന് പറയല്ലേ. ത്വായിഫിലെത്തി, അവിടെ ഇറങ്ങി ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ ഇയാൾ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇന്ന് എൻ്റെ ഭാര്യ ശരിയായിട്ടില്ലെങ്കിൽ ഇനി ശരിയാവൂല എന്നോ. അപ്പൊ വേളെല്ലാം കഴിഞ്ഞ്, ഇന്ന് എൻ്റെ ഭാര്യ ശരിയായിട്ടില്ലെങ്കിൽ ഇനി ശരിയാവൂല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയണ്ട, ഇനി ശരിയാവൂല എന്ന് പറയണ്ട, നമ്മളെ ഹറമിലേക്കല്ലേ പോകുന്നത്, നമുക്ക് നല്ലോണം ദ്വാരക്കാം, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഞാൻ പറയണത്, എത്രയോ രക്ഷിതാക്കൾ, എത്രയോ ആണുങ്ങളുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്, കൽബ് പൊട്ടിക്കരയുന്നവരുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങൾക്ക് തോന്നും, ഉസ്താദേ നിങ്ങളെന്താണ് ആണുങ്ങളെ കുറിച്ചൊന്നും പറയാത്ത. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ആണുങ്ങളുമുണ്ട്, പാവപ്പെട്ട ഭാര്യമാർ, പാവപ്പെട്ട പെൺകുട്ടികൾ. അവര് കല്യാണം കഴിച്ചിട്ട് അവൻ ഈ ഫോണുമായി ബന്ധപ്പെട്ട് തന്നെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ പരിചയപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ എൻ്റെ ഭർത്താവിനെ ഒന്ന് വിളിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളുമുണ്ട്.
ഭർത്താക്കന്മാരെ ചതിക്കുന്നത് പോലെ ഭാര്യമാരെ ചതിക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്, ഭർത്താക്കന്മാരുമുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. നരകത്തിൽ പോകുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദാഹരിച്ചത് 2 നബിമാരുടെ ഭാര്യമാര് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. അവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു ഉദാഹരിക്കുന്നത് ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ഒന്ന് ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. 1000 വർഷം രാപ്പകലുകൾ ഇടതടവില്ലാതെ നിന്റെ ദീനിലേക്ക് ഞാൻ ദഅവത്ത് നടത്തി അല്ലാഹ്. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. എന്റെ വാള് കേട്ടിട്ട് ആൾ ഓടുന്നതല്ലാതെ ഒരാളും നന്നാകുന്നില്ല. പരാതി പറഞ്ഞു ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ അതാ നരകത്ത് പോകുന്ന ആളുകൾക്ക് അല്ലാഹു ഉദാഹരിക്കുകയാണ്. മറ്റൊന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ. എന്റെ സ്വാലിഹീങ്ങളായ 2 മഹാന്മാരായ നബിമാരുടെ ഭാര്യമാരായിരുന്നു. ഫഖാനതാഹുമാ. ഈ 2 പെണ്ണുങ്ങളും ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരായ നബിമാരെ ചതിച്ചവരാണ്. അതുകൊണ്ട് തന്നെ വലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ. ഈ 2 വലിയ മഹാന്മാരായ നബിമാരില്ലയോ, ആ നബിമാരെ പറ്റിച്ചതിനാൽ, ആ നബിമാരെ വഞ്ചിച്ചതിനാൽ അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ അമ്പിയാക്കൾക്ക് അല്ലാഹു അധികാരം കൊടുത്തില്ല. വഖീല ദുഖുലൻ നാർ മഅദ്ദാഖിലീൻ. നാളെ ആഖിറത്തിൽ മഹ്ശറയിൽ നിങ്ങൾ നരകത്ത് പോകുന്ന ആളെ കൂട്ടത്തിൽ നിങ്ങളും പോയിക്കോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ പറയുമെന്നും പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. അവർ പുതിയിരിക്കട്ടെ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ബാല് കേൾക്കാൻ വേണ്ടിയിട്ട് ഉറൂസിനെല്ലാം പോയാൽ ഇടക്കിടക്ക് വഅദ് പറയണ ഉസ്താദ് ആയത്ത് ഓതിയാൽ പറയും ഖാലല്ലാഹു അസ്സ വജൽ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളും പറയും. നമുക്ക് ഇതിന് അർത്ഥമൊന്നും അറിയില്ല. അപ്പം അടുത്തുള്ള ആളൊക്കെ പറയണ കേട്ട് ഉപ്പെല്ലാം പറയുന്ന കേട്ട് നമ്മളും പറയും എന്ത് ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു. വലിയ ദിക്റാണത്, വളരെ മഹത്വമുള്ള ദിക്റാണത്. ഖൽബ് ശുദ്ധിയാകാൻ എല്ലാറ്റിനും പറ്റിയ ദിക്റാണ്. ഇരിക്കട്ടെ. അതുപോലെ ഹദീസ് പറഞ്ഞാൽ പറയും ഖാല റസൂലുള്ളാഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ഇടക്കിടക്ക് ചൊല്ലിപ്പിക്കൽ ഏറ്റവും പുണ്യമുള്ള ഖൈറായ സംഗതിയാണ്. അതും ഇടക്കിടക്ക് പറയും. എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞാൽ പറയും വാല മുഹമ്മദ് സയ്യിദിന മുഹമ്മദ്. ഇപ്പം പിന്നെ ബാല് പറഞ്ഞ് നമ്മളെ പോലത്തോനായതുകൊണ്ട് അതൊന്നും പറയൽ വളരെ കുറഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ഒന്ന് വെറുതെ നോക്കിയത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? അള്ളാഹു തആല നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ സന്തോഷങ്ങളും അള്ളാഹു തആല നൽകട്ടെ. സഹോദരങ്ങളെ, ഭർത്താവ് ഭാര്യ എന്ന് പറയുന്ന കുടുംബ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും സൗഭാഗ്യമുള്ള വിഷയം. മഹാന്മാര് പറയാണ് ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന നിഅമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അയ്യകൂന അസ്വാജുഹു സുലഹാ. അവന്റെ ഇണ, അവന്റെ ഭർത്താവ് അല്ലെങ്കിൽ അവന്റെ ഭാര്യ നന്നാവുക എന്നതാണ്. വേറെ ഒരു നിഅമത്ത് എന്താണ്? അയ്യകൂന ഔലാദുഹു സുലഹാ. പിന്നൊന്നവന്റെ മക്കള് നന്നായി കിട്ടുക എന്നുള്ളതാണ്. പിന്നെ അവന്റെ ചങ്ങാതിമാര് നന്നായി കിട്ടുക എന്നുള്ളതാണ്. പിന്നെ അവന്റെ നാട്ടിൽ തന്നെ അവന് ജീവിത സൗഭാഗ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്.
ഞാൻ നേരത്തെ ഒരാളോട് ചിങ്ങക്കഥ പരിപാടി, ഞാൻ ഇവിടെ ഒസങ്കടിയിൽ കച്ചവടമാണ്. അള്ളാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ. പ്രവാസികൾക്ക് അള്ളാഹു പ്രത്യേകിച്ച് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ നോക്ക്, നാട്ടിൽ തന്നെ ആയാലും ഉറൂസിനൊക്കെ പങ്കെടുക്കുക, ഇടക്കിടക്ക് വരാം. അപ്പം നാട്ടിലേക്ക് പിന്നെ വിസ ഒന്നും നോക്കണ്ട, ടിക്കറ്റ് ശരിയായൊന്നും നോക്കണ്ടില്ല. അപ്പം നാട്ടിൽ തന്നെ കച്ചവടമാകുക എന്ന് പറഞ്ഞാൽ, നാട്ടിൽ തന്നെ ഒന്ന് ഉഷാറാകുക എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ബർക്കത്തുണ്ട്. പ്രധാനപ്പെട്ട 4 നിഅമത്തുകളിൽ ഒന്ന് അവന്റെ ഭാര്യ നന്നാവുക എന്നതാണ്, അല്ലെങ്കിൽ ഭർത്താവ് നന്നാവുക എന്നതാണ്, കുടുംബം നന്നാവുക എന്നതാണ്, മക്കള് നന്നാകുക എന്നുള്ളതാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വരികയാണ്. ഒരാൾ വന്നിട്ട് പറയാണ്, അമീറുൽ മുഅ്മിനീൻ, എന്റെ മക്കള് എന്നെ അനുസരിക്കുന്നില്ല, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ മകനെ വിളിപ്പിക്കുകയാണ്. ആ മകനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങളെ ബാപ്പ ഒരു പരാതി വന്നിട്ടുണ്ട്, നിങ്ങളെ ബാപ്പാനെ അനുസരിക്കുന്നില്ല എന്നാണ് പരാതി, ശരിയാണോ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ മകൻ തിരിച്ചു ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, എന്റെ ബാപ്പ അങ്ങനല്ലേ പരാതി പറഞ്ഞതെന്നാൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഒരു ബാപ്പക്ക് മകനോടുള്ള, മക്കളോടുള്ള ബാധ്യത എന്തൊക്കെയാണ്? ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും 100 ചോദ്യങ്ങൾ വരും. അന്ന് ആ മകൻ ചോദിക്കുകയാണ്, ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, ഒരു ഉപ്പാക്ക് മക്കളോടുള്ള ബാധ്യത എന്തൊക്കെയാണ്? അതിന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ 3 വിഷയങ്ങളാണ് പഠിപ്പിച്ചത്, 3 ബാധ്യത. ഒന്ന്, കുട്ടിക്ക് നല്ല ഉമ്മയെ കൊടുക്കണം. കുട്ടിക്ക് നല്ല ഉമ്മയെ കൊടുക്കണം. വേറൊന്ന്, കുട്ടിക്ക് നല്ല പേര് കൊടുക്കണം. പിന്നൊന്ന്, കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കണം. ഉമ്മയെ കൊടുക്കുന്നിടത്ത് നമ്മുടെ വിഷയത്തെ നമുക്ക് ചുരുക്കാം. നല്ല ഉമ്മയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടിനെയും കൂട്ടിക്കൊണ്ടുവരിക, കടമ്പാർ ഉറൂസിനിടയിൽ ചന്തയായിട്ടുണ്ടോ നോക്കാം, എന്നിട്ട് ഉള്ളയിൽ നല്ല ഉമ്മാനെ മകൻ കൊടുക്കാന അല്ല, ഉമ്മാനെ മക്കളെയും കൂട്ടിയിട്ട് നാളെ കാസർഗോഡ് ടൗണിൽ പോയിട്ട് കാണുന്നതിൽ നല്ലൊരു ഉമ്മാനെ കൊടുക്കാന്ന അല്ല. നല്ല ഉമ്മാനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നല്ല ഉമ്മയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോൾ ആലോചിച്ച് കെട്ടണമെന്നായി പറഞ്ഞത്. കല്യാണം കഴിക്കുമ്പോൾ ആലോചിക്കണോ? അപ്പൊ പ്രായമുള്ള ആൾക്ക് തോന്നും, അല്ലാഹുവേ ഇനിയിപ്പോ നമ്മളോട് ഈ വേല പറഞ്ഞിട്ട് എന്താണ് കാര്യം, നമ്മളെ കാലം കഴിഞ്ഞു പോയില്ലേ ഉസ്താദേ എന്ന് തോന്നും. നമ്മളെ ഭാര്യമാരൊക്കെ അല്ലാഹ് നന്നാക്കി തരട്ടെ. പെണ്ണുങ്ങൾക്ക് തോന്നും, നമ്മളെ ഭർത്താവ് ഏതായാലും 10-20 വയസ്സായി, ഇനിയിപ്പോ എന്താക്കാനാണ്, അല്ലാഹ് ഇനി നമുക്ക് വേറെ വഴിയില്ലല്ലോ എന്ന് ചിന്തിക്കണ്ട. അല്ലാഹു നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ, അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ഇനി നമ്മുടെ മക്കളെ കാര്യം നമുക്ക് നോക്കാമല്ലോ, നമ്മുടെ തലമുറയുടെ കാര്യം നമുക്ക് നോക്കാമല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏറ്റവും ഖൈറായ സംഗതിയാണ് കുടുംബം എന്ന് പറഞ്ഞില്ലേ, അതിന് ഏറ്റവും ഖൈറായ ഒരുക്കം ഉണ്ടാവേണ്ടതുണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലി അർബഇൻ ലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ ഫൾഫർ ബിദാത്തിദ്ദീൻ. കല്യാണം കഴിക്കലുണ്ട് പെണ്ണിനെ 4 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, അവളുടെ സ്റ്റൈൽ, സമ്പത്ത് നോക്കിയിട്ട് കെട്ടലുണ്ട്. അമ്മോശങ്കാക്ക് ദുബൈയിൽ വലിയ ഹോട്ടലും കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, കൂടുതൽ ആലോചിക്കേണ്ടെന്നൊന്ന് കെട്ട. പെണ്ണിന്റെ സമ്പത്ത് ആലോചിക്കുന്നവൻ വിഡ്ഢിയാണ്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. യാ മഅ്ശറ ശബാബ് ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ പറ്റുന്നു, കല്യാണം കഴിക്കണോന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് ഭാര്യനക്ക് ചെലവിന് കൊടുക്കാണ് വേണ്ടത്, അതല്ലാതെ ഭാര്യന്റെ പൈസ വാങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കല്ല വേണ്ടത്. മാന്യതല്ല, ഇപ്പൊ അങ്ങനത്തെ പരിപാടി നേടി നടക്കുന്നില്ല. ഞാനത് വിശദീകരിച്ച സമയം കളയുന്നില്ല. ഒരു വിഷയം അതാണ്. രണ്ടാമത്തെ ഒരു വിഷയം, അവളെ സ്റ്റൈല് നോക്കി കെട്ടലുണ്ട്. സ്റ്റൈല് നോക്കിയിട്ട് കല്യാണം കഴിക്കലുണ്ട്. അതിനാ കണ്ടുകെട്ടൽ സുന്നത്താണ്, കാണാൻ കിട്ടി ചിലപ്പോൾ തലാക്കായി പോകും. അവളുടെ അത്യാവശ്യം നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കാൻ പറ്റണ ഒരു പെണ്ണാകുക എന്നുള്ളതാണ്. ഒരാളെ പറ്റി അടുത്തന്നോട് ചങ്ങായി പറഞ്ഞു, കുറേ പെണ്ണ നോക്കിയിട്ട് ശരിയാകുന്നില്ല, കാമിലും മുക്കമ്മില്ല പെണ്ണ വണ്ണു ഏടെ കിട്ടുന്നു. അങ്ങനെ കുറേ നോക്കിയിട്ട് അടുത്തന്നോട് പറഞ്ഞു, ഉസ്താദെ ഓന് പെണ്ണേരിയാകുന്നേ ഇല്ല, ഓനാണെങ്കിൽ കണ്ണാടി നോക്കുന്നുമില്ല എന്ന്. മനസ്സിലായില്ല നിങ്ങൾ? ഓന് പെണ്ണുങ്ങളെ നോക്കിയിട്ട് എങ്ങനെ ശരിയാകുന്നില്ല, പക്ഷെ ഇവൻ കണ്ണാടി നോക്കുന്നില്ല. എനിക്ക് എൻ്റെ സ്റ്റൈലല്ലേ ഉണ്ടാവുള്ളൂ.
ഞാനിപ്പോൾ ഒരു പുതിയ അൾമറ വാങ്ങി, അതിൽ നോക്കുമ്പോൾ ഞാൻ പണ്ടേ തണക്ക് തന്നെ ഉള്ളത്. മകളെ ബെഡ്റൂമിലേക്ക് അൾമറ വാങ്ങി, അതിൽ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ഇക്വാലത്ത് തന്നെ ഉള്ളത്. അതിന് ആ കണ്ണാടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനുള്ളതല്ലേ അതിൽ കാണിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്കും അത്യാവശ്യം ഒരു ധാരണ വേണമെന്ന് ആണുങ്ങളോടും അതുപോലെ തന്നെ പെൺകുട്ടികളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു ഭാര്യയുണ്ട്, തന്ന ഒരു ഭർത്താവുണ്ട്. അവനാണ് ലോകത്തെ ഏറ്റവും സുന്ദരനെന്ന് വിശ്വസിക്കുന്ന സമയം നിന്റെ കൽബിൽ ഉണ്ടാകുന്നത് വരെ നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവൂല. എന്താ ഞാൻ പറഞ്ഞത്? നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാര്യ, ആ ഭാര്യ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ ഇനി ഇങ്ങനെ പോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും എന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാവൂല. അവളാണ് ലോകത്തെ ഏറ്റവും വലുത്. രണ്ട് ചങ്ങാതിമാർ. അപ്പൊ ഒരുത്തന്റെ ഭാര്യനെ മറ്റവും കണ്ടുപോയി, കാണേണ്ടതില്ല, അങ്ങനെ കണ്ടുപോയി. കണ്ടുനോക്കുമ്പോ ആ പെണ്ണ് അത്ര സ്റ്റൈലില്ലാത്ത കറുത്ത ഒരു പെണ്ണ. അപ്പൊ ഇവനാണ് കുറച്ച് ഗ്ലാമറാണ്. അപ്പൊ മറ്റവൻ ചോദിക്കാണ്, നീ ഏടാ നോക്കിയിട്ടാ കെട്ടിന്ന്? ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നറിയോ? ആ ഒറ്റ ചോദ്യം മതി അവരുടെ കുടുംബജീവിതം തകർന്നു പോകാൻ. നീ ഏടാ നോക്കിയിട്ടാ കെട്ടീന്ന്? ആരോട്? കല്യാണം കഴിഞ്ഞ് ചെറുപ്പക്കാരനോട് ഒരൊറ്റ ചോദ്യം മതി. ആ ചോദ്യം അവന്റെ മനസ്സിൽ ഇങ്ങനെ കളിക്കും. അതുകൊണ്ട് തമാശക്ക് പോലും എത്ര ചങ്ക് ബ്രോ, എന്ത് കടുപ്പുള്ള ചങ്കായാലും ശരി, അത്തരം തോന്നിവാസങ്ങൾ പറയാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? അവന്റെ കൽബിൽ ഇബ്ലീസ് ആ സമയത്ത് കയറാൻ സാധ്യതയുണ്ട്. അല്ലാ, എന്റെ ഓള് തീരെ പോരല്ലോ എന്നപ്പോ ഇവന് ചിന്തിക്കും. പിന്നെ അതങ്ങനെ കൂടി വരും. അതുപോലെ തന്നെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ കുടുംബക്കാരായ ആളോട് ഞാൻ പറയും, നിന്റെ ഭർത്താവ് അവൻ ഇങ്ങനെ ഒരു കരിവ് കിട്ടി കണക്ക് തോന്നായിപ്പോയല്ലോ, ദോശയും കല്ലും കണക്കുണ്ടെന്നു. സ്കൂട്ടിയിൽ ഇങ്ങനെ പോവാണ്, മാപ്പിളയും പെടും. അപ്പം വെയിറ്റിംഗ് ഷെഡിന്ന് കമന്റ്, എന്ത് ദോശയും കല്ലും കണക്കേണ്ട്. ദോശ വെളുത്തിട്ട് ഉണ്ടാക്കുന്ന കല്ല് കറുത്തിട്ടല്ലേ, ദോശയും കല്ലും കണക്കേണ്ട്. അങ്ങനെ കമന്റ് അടിക്കരുത്. എന്തുകൊണ്ട്? അത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ പ്രയാസമുണ്ടാകും. കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞ രണ്ട് സുഹൃത്തുക്കൾ ഭാര്യനെ കണ്ടു, വെറുതെ കണ്ടുപോയതാണ്. കണ്ട പറഞ്ഞു, നീ എവിടെ നോക്കിയിട്ടാ കെട്ടിനി? നിന്റെ പെണ്ണിനെ തീരെ കാണാൻ വാങ്ങില്ലല്ലോ. അപ്പൊ മറ്റോ നല്ല ബുദ്ധിയുള്ളവനാണ്. അവൻ പറയാണ്, എന്റെ കൽബിൽ, ഞാൻ നേരത്തെ ഉമ്മമാരെ കഥ പറഞ്ഞ പോലെ നല്ല സ്നേഹമുള്ളവനാ. മറ്റവനോട് പറയാണ്, അവളെ സ്റ്റൈല് കാണണമെങ്കിൽ എന്റെ കണ്ണ് നിന്റെ മുഖത്ത് വെച്ച് നോക്കേണ്ടതുണ്ട്. എന്റെ കണ്ണുകൊണ്ട് ഓളെ നോക്കിയാലേ ഓളെ സ്റ്റൈലിക്ക് കാണുള്ളൂ. നീ പറഞ്ഞിട്ട് കാര്യമില്ല. കൽബിൽ സ്നേഹമുണ്ടായാൽ ഈ സൗന്ദര്യമൊന്നൊരു വിഷയമല്ല. ഞാനൊന്ന് പറയട്ടെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറെ ഫോട്ടോകളുണ്ടാകും, ഡാൻസ് കളിക്കുന്നവരുണ്ടാകും, അങ്ങനെ പലതും കണ്ടിട്ട് നമ്മളെ കൽബിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ട് ഇതുപോലത്തെ പെണ്ണാകണേ എന്റെ ഭാര്യ എന്ന് എപ്പോ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ധാരന്നിട്ട് കാര്യമില്ല. പിന്നെയോ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ധാരക്കേണ്ടത്, എനിക്ക് നല്ല കുടുംബജീവിതം വേണം, എന്റെ ഭാര്യ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവളാക്കണേ അല്ലാ, എന്റെ ഭാര്യ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവളാക്കണേ അല്ലാ, അതുപോലെ എന്റെ ഭാര്യക്ക് ഞാൻ ഏറ്റവും ഇഷ്ടമുള്ളവനാക്കണേ അല്ലാ. എന്ന ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് ഐശ്വര്യറായി ഒന്നതിന് ശേഷമുള്ളതുമല്ല, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും നിന്റെ കണ്ണിൽ ഏറ്റവും കൂടുതൽ നിനക്ക് സന്തോഷം തരുന്നതും നിന്റെ ഭാര്യയാണ് കേട്ടോ. അതുപോലെ പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, നമ്മൾ ദ്വാരക്കേണ്ടത് അപ്പുറത്തോ എന്തൊരു സ്റ്റൈലാണ് നമ്മൾ ഇങ്ങനെ പോലോ എന്ന് ചിന്തിക്കാതെ, ഇന്നത്തെ കാലം അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പലതും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്ന കാലമായതുകൊണ്ടാണ് ഇങ്ങനെ കർശനമായി ഞാൻ പറയുന്നത്. ഏത് പെണ്ണും ദ്വാരക്കേണ്ടത് എന്താണ്? അല്ലാഹുവേ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാകണം, എനിക്ക് എന്റെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഇഷ്ടമുള്ള പെണ്ണ് ഞാനാകണം, എന്റെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഇഷ്ടമുള്ള പെണ്ണ് ഞാനാകണം, അതുപോലെ എന്റെ കൽബിൽ എന്റെ ഭർത്താവ് ഏറ്റവും മഹബത്തുള്ളവനാക്കണേ അല്ലാ. അങ്ങനെ ഒരു ദുആ നിങ്ങൾ നടത്തി നോക്കൂ, ഏത് കുടുംബ പ്രശ്നങ്ങളും തീർന്നു പോകുന്നതാ. ദുആ ഇല്ലാതായി പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വളരെ നിസ്സാര കാര്യങ്ങൾക്കാണ് അധികവും അടികൂടുന്നത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത്, ഒരാള് സ്റ്റൈല് മാത്രം നോക്കി കല്യാണം കഴിക്കാണ്, ആ കല്യാണം കഴിച്ചാൽ നാളെ ഒരു കുക്കർ ഒന്ന് പൊട്ടിത്തെറിച്ചു, അള്ളാഹു അപകടങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ, അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. എണ്ണയിൽ എന്തോ അപ്പം ചുടുകയാണ്, പെട്ടെന്ന് ഒരൊറ്റ തെറിക്കൽ എണ്ണ അങ്ങ് തെറിച്ചുപോയി, മുഖത്ത് തെറിച്ചുപോയി, കൊപ്പള വന്നു,
സ്കിന്ന് പോയി, കളറു മാറി. ഞാൻ ചോദിക്കുന്നു, നേരത്തെ കണ്ട സൗന്ദര്യം അത് മാത്രമാണ് നിന്റെ മാനദണ്ഡമെങ്കിൽ നിന്റെ ഭാര്യനോടുള്ള മഹബത്ത് കുറയാൻ ഒറ്റ കാരണം മതി. പിന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂല. ഈ അടുത്ത് ഞാനൊരു സംഗതി ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഇങ്ങനെ സ്കൂട്ടറിൽ പോയി. ഭാര്യയും ഭർത്താവും കൂടി സ്കൂട്ടറിൽ പോയപ്പോ രണ്ടുപേരും ഒരു അപകടത്തിൽ ആക്സിഡന്റ് ആയിട്ട് വീണുപോയി. വീണപ്പം ഭാര്യന്റെ മുഖം തട്ടിയിട്ടാ വീണുപോയത്. നമ്മളെ MLA ആശുപത്രിയിൽ അത്യാഹിത നിലയിൽ കിടക്കുന്നുണ്ട്. നമ്മളെ MLA അല്ല, നമ്മളെ MLAക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. കേരളത്തിന്റെ MLA ഒരു പെണ്ണാണ്. അള്ളാഹു തആല ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. എല്ലാ അപകടങ്ങളും തൊട്ടും എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. എൻ്റെ ഒരു അമ്മാവനുണ്ട് കണ്ണൂർ, കാർണൂർ. അള്ളാഹ് പൂർണ്ണ ശിഫ കൊടുക്കണം, അള്ളാഹ് പൂർണ്ണ ശിഫ കൊടുക്കണം, അള്ളാഹ്. ഭാര്യയും ഭർത്താവും പോകുമ്പോൾ ഭാര്യ വീണു, ഭർത്താവും വീണു, ഭാര്യയും വീണു. ഭാര്യ വീണിട്ട് രണ്ടുപേരും ആശുപത്രിയിലായി നോക്കുമ്പോൾ ഭാര്യന്റെ മുഖത്ത് മുഴുവനും ചതവ് വന്നിട്ട് പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടും ഭാര്യക്ക് റാഹത്തായില്ല. ഏറ്റവും വലിയ സങ്കടം, അതിനേക്കാളും വലിയ സങ്കടം എന്താണെന്നറിയോ? ഈ ഭർത്താവിന് കണ്ണിന് കാഴ്ചയില്ലാതെ പോയി. ഭർത്താവിന്റെ കണ്ണിന്റെ കാഴ്ച പോയി. കുരുടനായ ഭർത്താവിനെ ഭാര്യ നല്ല റാഹത്തിൽ ശുശ്രൂഷിച്ചു, നല്ല ഉഷാറായിട്ട്. ആ നാട്ടുകാരെ ഏറ്റവും വലിയ സങ്കടം, ഈ പെണ്ണുങ്ങളോ ഇങ്ങനെയായി, കാണാൻ കോലില്ലാത്ത വിരൂപിയായി പോയി. പെണ്ണുങ്ങളെ ഭർത്താവ് കണ്ണു കാണാത്ത ആളോ ആയിപ്പോയി. അതുകൊണ്ട് അങ്ങനെ അവർ ജീവിച്ചു. കുറെ നാള് കഴിഞ്ഞപ്പോൾ വേറൊരു രോഗം വന്നിട്ട് ഈ ഭാര്യ മരിച്ചുപോയി. മരിച്ചുപോയപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ വിഷയങ്ങളൊക്കെ തർത്തീവാക്കി എല്ലാം കഴിഞ്ഞിട്ട് ഖബറിലിറക്കി കഴിഞ്ഞപ്പോ ഈ കണ്ണ് കാണാത്ത മനുഷ്യനില്ലേ, ഇയാള് പരെല്ലാം പൂട്ടിയിട്ടുണ്ട്, ഇറങ്ങി നടക്കുന്നു. കണ്ണ് കാണാത്ത മനുഷ്യൻ കൂളായിട്ട് റോട്ടുമ്മലേക്ക് ഇറങ്ങി നടക്കുന്നു. അയാള് നാട് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ ഈ നാട്ടുകാര് വന്ന് ചോദിക്കുന്നല്ല, കണ്ണിന്റെ കാഴ്ചയില്ലാത്ത നിങ്ങളെ കാഴ്ച എങ്ങനെ ഭാര്യ മരിച്ചപ്പോ തിരിച്ചു കിട്ടിയത്? അപ്പൊ ഇയാള് പറയുന്ന, സഹോദര, എന്റെ കാഴ്ചക്ക് ഒരു തകരാറുണ്ടായിട്ടില്ല, എന്റെ കണ്ണിന് കാഴ്ചക്കൊരു കുറവും വന്നിട്ടില്ല. പക്ഷേ എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയില്ലേ, എന്റെ ഭാര്യ, അവൾ പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടുള്ള മുഖം ശരിയായില്ല. കണ്ണാടി അവൾ കാണുന്നുണ്ടല്ലോ, അലമാർ അവൾ നോക്കുന്നുണ്ടല്ലോ, അവളെ ഈ മുഖം അവൾ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവളെ മുഖത്ത് കാണുന്നുണ്ട്. നമ്മൾക്ക് തോന്നിയാൽ അവള് മാനസികമായി ക്ഷീണിച്ചു പോകും, തകർന്നു പോകും. അതുകൊണ്ട് കാഴ്ചയില്ലാത്ത ആളായി ഞാൻ ജീവിച്ചാൽ ഞാൻ അവളെ കാണുന്നില്ലല്ലോ എന്ന നിലക്ക് അവൾക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ എനിക്ക് ഖിദ്മത്ത് ചെയ്ത് കൂട്ടമായി ജീവിക്കാമല്ലോ. അതുകൊണ്ട് കാഴ്ചയുള്ള കണ്ണ് പൂട്ടി നടന്നതാണ്, കാഴ്ചയില്ല എന്ന് അഭിനയിച്ചതാണ്. കാരണം നല്ല സൗന്ദര്യമുള്ള സമയത്ത് എനിക്ക് ജീവനും എനിക്ക് സന്തോഷവും നൽകി എന്റെ പൊന്നു ഭാര്യ, അവളെ മുഖം വികൃതമായാലും അവളെ മനസ്സ് വേദനിപ്പിക്കണ്ട. അതുകൊണ്ട് കണ്ണ് കാഴ്ചയില്ല എന്ന് വെറുതെ പറഞ്ഞതാണ്. ഇനി ഞാൻ ഈ എന്റെ ഭാര്യന്റെ ഓർമ്മയുള്ള നാട്ടിൽ നിൽക്കണില്ല, ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാ. ഖൽബിന്റെ ഉള്ളിലാണ് മഹബത്ത് വേണ്ടത്, ഖൽബിന്റെ ഉള്ളിലാണ് സ്റ്റൈല് വേണ്ടത്, ഖൽബിന്റെ ഉള്ളിലാണ് സൗന്ദര്യം വേണ്ടത്. ഈ പുറത്ത് കാണുന്ന പൗഡർ ഇട്ട് മിനുക്കിയ സൗന്ദര്യമില്ലേ, ഇത് നിലനിൽക്കുന്നതല്ല. ഇന്ന് പെണ്ണുങ്ങളും ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കാണ്. മൈദപ്പൊടി വാരി വരക്കലെന്നെ. അല്ലോ, മനസ്സിലായില്ലേ? ഒരു ചെറുക്കൻ എപ്പോഴും അൽമറിന്റെ മുമ്പിൽ നിന്നിട്ട് പുറത്തിറങ്ങണമെങ്കിൽ അരമണിക്കൂർ മൈദപ്പൊടി പോലത്തെ സാധനം തട്ടും, പൗഡർ ഇട്ട് തട്ടി. ഒരിക്കൽ ഈ ചെക്കൻ പറഞ്ഞു, ഉമ്മ ഇങ്ങനെ വെളുത്ത വെള്ളപ്പണ്ടായി പോകുന്നു. എന്നിട്ട് ഉമ്മ കേൾക്കണില്ല. അപ്പൊ ഈ ചെക്കൻ എന്താ ചെയ്യുന്നറിയോ? കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഇതിന്റെ അടപ്പ് തുറന്നിട്ട് അതിലിട്ടിട്ട് കുലുക്കിയിട്ട് അവിടെ വെച്ച്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉമ്മ എവിടെയോ പോകേണ്ട തിരക്കിൽ കുലുക്കിയിട്ട് ഇതിട്ട് മംഗലത്തിന് പോയി. സംഗതി വെളുത്ത് മൈദപ്പൊടിയും വെളുത്തിട്ടാണ്. മുറാദ് ഹാസിലായി, ഹോട്ടലിലെടുത്ത്. പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുമ്പോ കൈക്കെല്ലുണ്ട്, വായിക്കെല്ലാം നോട്ടീസ് ഒട്ടിച്ച പോലെ. മൈദപ്പൊടിയല്ലേ. ഞാൻ പറയണത് അധികം വെളുപ്പിക്കർ ഒരു പരിധിയല്ല ഏറ്റവും നല്ലതാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമുക്ക് ഖൈർ നൽകട്ടെ. മുഖത്തുള്ള സൗന്ദര്യത്തെക്കാൾ സൗന്ദര്യം വേണ്ടത് ഖൽബിന്റെ ഉള്ളിലാണ്. അപ്പൊ പെണ്ണിന്റെ സൗന്ദര്യം നോക്കിക്കെട്ടലുണ്ട്, പിന്നെയോ അവളെ തറവാട് നോക്കിക്കെട്ടലുണ്ട്, പിന്നെയോ വലിദീനിഹാ
അവളെ മതബോധം നോക്കി കല്യാണം കഴിക്കലുണ്ട്. കടമ്പാറിലേക്ക് പുതിയാപ്പിൾ അന്വേഷിച്ച് വരികയാണ്, അല്ലെങ്കിൽ പെണ്ണന്വേഷിച്ച് വരികയാണ് ഒരു ചെറുപ്പക്കാരൻ. നമ്മളെ മഹാന്മാരെ ദറജ അല്ലാഹ് വർദ്ധിപ്പിക്കട്ടെ, ഈ മഹല്ലത്തിലെല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതാ കടമ്പാറിലേക്ക് ഒരു പെണ്ണിനെ അന്വേഷിച്ചിട്ട് വരുമ്പോ ഉസ്താദ്മാരോട് ചോദിച്ചു എങ്ങനെയാന്ന് മൂപ്പര്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, മൂപ്പര് സുബഹിക്ക് എപ്പോൾ ജമാഅത്തിനുണ്ടാവും. ഈ പെണ്ണിനൊരാങ്ങളയുണ്ട്, ആ കുട്ടീനെയും കൂട്ടിയിട്ടാ വരികയെന്നു. അൽഹംദുലില്ലാ, മഹാനായ എല്ലാവരും ഇരിക്കും, തങ്ങൾ ഇങ്ങോട്ട് വരും. എല്ലാവരും സദസ്സിലിരിക്കും, എല്ലാവരും ഇരിക്കും, ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ തങ്ങൾക്ക് വരുത്തി ഇങ്ങോട്ട് കേൾക്കല. നമുക്ക് ദ്വാരക്കാനാ തങ്ങം വരുന്നത്, അതുകൊണ്ട് തങ്ങൾ കിടന്ന് ദ്വാരക്കും. എല്ലാവരും അവിടെ ഇരിക്കും. അതേ പറഞ്ഞത്, അതേ പറഞ്ഞേ. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد. സുബഹിക്ക് പള്ളിയിലെത്തി നോക്കുമ്പോ ഉസ്താദ് പറയാണ് സുബഹിക്ക് മൂപ്പര് പള്ളിയിലുണ്ടാവും. ചെറിയൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയും പള്ളിയിലുണ്ടാവും. അപ്പൊ എന്ത് മനസ്സിലായി? ആ പുരയില് സുബഹിക്ക് വിളക്ക് തെളിയുന്ന പുരയാണ്, അവിടെയുള്ള പെൺകുട്ടികൾ നിസ്കരിക്കുന്നുണ്ടാവും. കണ്ണൂര് ഒരു സ്ഥലത്ത് എന്നോട് പറഞ്ഞതാ, കല്യാണം കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ അവിടെ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മാലിക് ദിനാർ പള്ളി. അവിടെ 5-6 വർഷം ദർസും ഖുതുബല്ലായിട്ടുണ്ടായിരുന്നു. അള്ളാഹു അവിടുത്തെ മഹാന്മാരെ ബർക്കത്ത് നമ്മളെ സ്വീകരിക്കട്ടെ. അവിടുത്തെ തമാശക്കുറിച്ച് ഞാൻ പറഞ്ഞതാ. അതിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ഒരു പെണ്ണന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് കുറേ ചെറുപ്പക്കാർ പറഞ്ഞു, മോനെ നീ അവിടെ കെട്ടണ്ട, 4 മണിക്ക് ശേഷം ഉറങ്ങാൻ കഴിയില്ല. നീ അവിടെ കെട്ടണ്ട, 4 മണിക്ക് ശേഷം ഉറങ്ങാൻ കഴിയൂല. അവർ 4 മണിക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്ന പരക്കാരാ, നീ പോണ്ട, എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. എങ്ങനെയുണ്ട്? സത്യത്തിൽ അവിടെ അല്ലേ കെട്ടേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചങ്ക് ബ്രോ, ഏറ്റവും കടുപ്പമുള്ള ചങ്കാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കല്. അൽ മർഉ അലാ ദീനി ഖലീലിഹി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഓരോരുത്തരും ആലോചിക്കട്ടെ, ആരോടാ കമ്പനി കൂടേണ്ടതെന്ന്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിനക്ക് ഏറ്റവും നിന്റെ വാപ്പയും എല്ലാം കുടുംബക്കാര്, അതുപോലെ തറവാടിത്തം, സ്റ്റൈല്, പൈസ ഇത് നോക്കി നടക്കുമ്പോൾ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയും ബാപ്പയുമായോരേ പോരാ അവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില ഗുണമേറെ. സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുടുംബക്കാർ നിങ്ങൾ ഇങ്ങനെ ദുനിയാവ് നോക്കി നടക്കുമ്പോ, മോനെ ഫൾഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള പെണ്ണെ തെരഞ്ഞെടുത്ത് വിജയിച്ചോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ കല്യാണം കഴിക്കുമ്പോ ഈമാനുള്ള പെണ്ണെ തെരഞ്ഞെടുക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല മാതൃകയാണ്. ആണിനായാലും പെണ്ണിനായാലും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ തന്നെ. എന്നോട് ഈ അടുത്തൊരാൾ പറഞ്ഞു, ഉസ്താദേ, ഇപ്പൊ അടുത്തല്ല കുറച്ചു മുമ്പാ, ഉസ്താദേ എനിക്കൊരു മകളെ കുറേ ആയി പുതിയാപ്പിളിനെ അന്വേഷിച്ചുകൊണ്ട് നേടുന്നു കിട്ടുന്നില്ല, ഇനിയിപ്പോൾ ഒരു മൊയിലാറായാലും മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ത് കുറേ പുതിയാപ്പിളിനെ അന്വേഷിച്ച് കിട്ടുന്നേ ഇല്ല, ഇനി മൊയിലാറായാലും മതി എന്ന്. നമ്മുടെ ടൈൽസ് ഒട്ടിക്കുന്ന കുറേ ആളെ നോക്കി ഇനിയിപ്പോൾ ബംഗാളി ആയാലും മതി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇയാളോട് പറഞ്ഞു, മദ്രസെല്ലാം പൂട്ടാൻ പോവാ മൊയിലാമാരെ കിട്ടായിട്ട്, നിങ്ങൾ നല്ല ഉഷാറാക്കിക്കൊന്നു. മൊയിലാറിനെ അന്വേഷിക്കണ്ടാവും. അള്ളാഹു നമ്മളെ നാട്ടിൽ ഉസ്താദ്മാർക്കെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ഉസ്താദുമാരുടെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലാണ് അവൻ ഇതെങ്കിലും മുമ്പൊന്നും പരിചയമില്ല കേട്ടോ, ശേഷവും കണ്ടില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നല്ല മദ്രസയോട് നമ്മളെ ഈ ആശയത്തൊക്കെ നല്ല പൊരുത്തമുള്ളവർ. അതുകൊണ്ടാണ് നമ്മൾ തങ്ങൾ ചോദിച്ചപ്പോൾ നല്ല കുറേ ആൾ ഉസ്താദ്മാർ കൂടിയിട്ട് നമ്മുടെ മദ്രസന്റെ നിർമ്മാണത്തിലേക്ക് സ്വതക്ക നൽകിയത് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ്. നമ്മുടെ സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇരിക്കും.
ഇൻഷാ അല്ലാഹ് തങ്ങന്മാർ വന്നാൽ പിന്നെ വയത് തുടരുന്നത് ശരിയില്ല. എന്ന് മാത്രമല്ല 11:30 മണി കഴിഞ്ഞു. തങ്ങൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ നേരത്തെ അവലൻ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. പക്ഷേ നമ്മുടെ സമയം അങ്ങോട്ട് ഇടുങ്ങിപ്പോയി. അപ്പം അതുകൊണ്ട് സദസ്സ് ഇടുങ്ങി. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് വേറൊരു സമയത്ത് പറയാം. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളെ അല്ലാഹു പൂർത്തീകരിച്ച് തരട്ടെ. നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ മക്കളുടെ കുടുംബജീവിതം അല്ലാഹു റാഹത്താക്കട്ടെ. എല്ലാ ഖൈറും എല്ലാ സന്തോഷങ്ങളും അല്ലാഹു നൽകട്ടെ. തെറ്റി നിൽക്കുന്ന കുടുംബങ്ങളെ അല്ലാഹു യോജിപ്പിലാക്കട്ടെ. ഉമ്മമാപ്പമാർ, മാതാപിതാക്കൾ, ഭാര്യ മക്കൾ പരസ്പരം അകന്നു നിൽക്കുന്നവരെയെല്ലാം അല്ലാഹു യോജിപ്പിലാക്കട്ടെ. ഒരൊറ്റ വാക്ക് എൻ്റെ ഉമ്മമാരോടും ചെറുപ്പക്കാരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നാശം തരാൻ കുറേ മാർഗങ്ങളുണ്ട്. നാശങ്ങൾ നമുക്ക് എത്തിച്ചു തരാൻ ഒരുപാട് മാർഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സാധനം. ഏറ്റവും ഉപകാരമുള്ളതുമാണ്, ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള. ഇപ്പം തന്നെ ഓൺലൈനിൽ വേല കേൾക്കണം, അധികം ആൾ മൊബൈലിലായിരിക്കും കേൾക്കുന്നത്. ഏറ്റവും ഉപകാരമുള്ള സംഗതിയുമാണ്, എന്നാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന സംഗതിയുമാണ്. ഈ അടുത്ത് ഒരാൾ തൂങ്ങി മരിച്ചു. ഞാൻ എൻ്റെ സംസാരം നിർത്തി. തൂങ്ങി മരിച്ചു അദ്ദേഹം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് തോന്നില്ല എന്താ ഇങ്ങനെ തൂങ്ങി മരിച്ചപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ ഗെറ്റ് ടുഗെദർ എന്നൊരു പുതിയ പരിപാടിയുണ്ട്. 2000 ബാച്ച്, 1995 ബാച്ച് SSLC, +2 അല്ലെങ്കിൽ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞു അന്ന് പഠിച്ച കൂട്ടായ്മയെ ഇന്ന് വിളിച്ചു കൂട്ടിയിട്ട് കൂട്ടായ്മ ഉണ്ടാക്കുക, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. കുറേ നന്മകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ പറയുന്നുണ്ടാവും, ഉസ്താദെ ആ ഗ്രൂപ്പാണ് അവർക്ക് പുര കെട്ടിക്കൊടുത്തത്, ഇവരെ കല്യാണം. അതൊക്കെ ശരിയായിരിക്കാം. ചാരിറ്റി ചിലപ്പോൾ നടക്കുന്നുണ്ടാവാം. 90 പഠിച്ചാൽ ചിലപ്പോൾ ഇന്ന് കളക്ടറായിട്ടുണ്ടാവും. ഒരാൾ മീൻ കച്ചവടം നടത്തുന്നുണ്ടാവും. അതൊക്കെ ഉണ്ടാവാം കൂട്ടായ്മ. പക്ഷെ ആ കൂട്ടായ്മയിൽ ഞാൻ പറഞ്ഞത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ചിരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അന്ന് കുട്ടികളല്ലേ, 15 വയസ്സുള്ള കുട്ടിയല്ലേ. ഇന്ന് ഉപ്പുപ്പയായി ഉമ്മുമ്മയായി. ഇപ്പോൾ അവർ പഴയ ബന്ധത്തിലേക്ക് ഇപ്പോൾ ഫോൺ കൈമാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ കൈമാറിയിട്ട് പാതിരാക്ക് വിളിക്കുകയാണ്. എത്ര ആളുകളാണ്, എത്ര പെണ്ണുങ്ങളാണ് കരയുന്നത്. ഭർത്താവിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയി. എത്ര ആണുങ്ങളാണ്, മക്കളാണ് സങ്കടപ്പെടുന്നത്. മക്കളും മക്കളായി ഉമ്മുമ്മയാണ് വേറൊരുത്തനെ സ്നേഹിക്കുന്നത്. വില്ലൻ മൊബൈൽ ഫോണാണ്. നമ്മുടെ ഈ പഴയ കാലത്തുള്ള ചങ്ങാതിമാരെ പിടിച്ചിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായ കുട്ടികളെ പിടിച്ചിട്ട്, അന്ന് വാട്സപ്പും കൂട്സപ്പും ഒന്നുമില്ല, ഇന്നിതെല്ലാം നമ്പർ കൈമാറിയിട്ട് പരസ്പരം ചാറ്റ് ചെയ്യുന്നു, ചീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്നൊരു വിഷയമായതുകൊണ്ട് ഇതിൻ്റെ ഗൗരവത്തിലേക്കൊന്ന് വിരൽ ചൂണ്ടിയത് എൻ്റെ ഉമ്മമാരോട്, കൽബിൻ്റെ ഉള്ളുന്ന എൻ്റെ ഉമ്മമാരോട്, നമ്മുടെ ഫോൺ നമ്പർ ഒരാൾക്കും പണ്ട് പഠിച്ചാലും ശരി ഇപ്പം പഠിച്ചാലും ശരി കൈമാറരുത്. നമ്മളൊരു മെസ്സേജും ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയോ വിളിക്കുകയോ ചെയ്യരുത്. നിനക്ക് കിട്ടിയ ഭർത്താവ് നിന്റെ സ്വർഗമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ ഒരു പെണ്ണ് വന്നിട്ട് ചോദിക്കുന്നത്, എനിക്ക് അങ്ങ് ഖിദ്മത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. തങ്ങൾ ചോദിക്കുന്ന നിന്റെ ഭർത്താവ് ജീവിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പം മുത്തുനബി തങ്ങൾ ഈ പെണ്ണോട് പറയാണ്, ഇന്നമാ ഹുവ ജന്നതുകി വനാറുകി, നിശ്ചയം അവൻ മാത്രമാണ് നിന്റെ സ്വർഗം, അവൻ മാത്രമാണ് നിന്റെ നരകം. അതുകൊണ്ട് നമുക്ക് സ്വർഗം നിർണയിച്ച് തരേണ്ട നമ്മുടെ ഭർത്താവ് നമ്മുടെ കൽബിൽ ഏറ്റവും മഹബത്തുള്ളവനാകണം. നമുക്ക് എല്ലാ സന്തോഷങ്ങളും നമുക്ക് സമർപ്പിക്കുന്ന നമ്മുടെ ഭാര്യ, അവർ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മയാകണം. അല്ലാഹു ജല്ല ജലാലു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഖദീജ ഉമ്മന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബ ജീവിതം അല്ലാഹു റാഹത്തിലാക്കട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദുൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വളരെയധികം ബർക്കത്താകപ്പെട്ട ഒരു രാത്രിയാണ്. പരിശുദ്ധമായ റജബ് മാസമാണ്. അതുപോലെ വെള്ളിയാഴ്ച രാത്രി, അതുപോലെ തന്നെ രണ്ട് സയ്യിദന്മാരെ ദുആക്ക് സംബന്ധിക്കാൻ വേണ്ടി തൗഫീഖ് അല്ലാഹു നൽകിയ പവിത്രമായ പരിശുദ്ധമായ ഒരു രാത്രിയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നേരത്തെ നമുക്ക് വേണ്ടോളം ബഹുമാനപ്പെട്ട ബദർ സാദാ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ അവർകൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വളരെ ഭംഗിയായി നല്ല നിലയിൽ വളരെ റാഹത്തുള്ള നല്ല സംസാരവും അതിലേറെ നമുക്ക് നല്ല ദുആയും എല്ലാം ചെയ്ത് ഇവിടുന്ന് പോയി. ഇപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി തങ്ങൾ പൊസോട്ടവറുകൾ ഇൻഷാ അല്ലാഹ് സമാപന ദുആക്ക് ഇവിടെ വന്നെത്തിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് എൻ്റെ വകയായും ഉറൂസ് കമ്മിറ്റി വകയായും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് മുഅ്മിനീങ്ങൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും വലിയവരൊക്കെ പരിശുദ്ധമായ മദ്രസ, ഇതിൻ്റെ മുകളിൽ ഒരു എടുപ്പെടുക്കാണ്ട് കെട്ടിടം, അതിന് വേണ്ടി പലരും സംഭാവന നേരത്തെ മഹാനായ സയ്യിദുകളുടെ ഹളറത്തിൽ വാഗ്ദാനം ചെയ്തവർ 25 സ്ക്വയർ ഫീറ്റ്, അതുപോലെ തന്നെ 50 സ്ക്വയർ ഫീറ്റ്, അതുപോലെ 10